ഹായ്. സെൽഫ് അവെയർനെസ് അഥവാ സ്വയം അവബോധം എന്നത് നമ്മുടെ സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരിൽ നാം ചെലുത്തുന്ന സ്വാധീനത്തെയും തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവാണ്. ഇത് ആരംഭിക്കുന്നത് സ്വയം അവബോധത്തോടെയാണ്. അഥവാ അതിൻ്റെ അടിസ്ഥാനം ഇവിടെ നിന്നാണ് വികസിക്കുന്നത്. നമ്മുടെ സ്വന്തം വികാരങ്ങളെയും അവ ഉത്തേജിപ്പിക്കുന്ന പെരുമാറ്റങ്ങളെയും കുറിച്ച് നമുക്ക് സ്വയം അവബോധമുണ്ടെങ്കിൽ നമ്മൾ ഈ വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ വികാരങ്ങൾ അഥവാ നമ്മുടെ ഇമോഷൻ, നമ്മുടെ മാനസികാവസ്ഥ, പെരുമാറ്റം, നമ്മുടെ പ്രകടനങ്ങൾ, മറ്റുള്ളവരുമായുള്ള ഇടപെടൽ എന്നിവയെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഇപ്പോഴും പല വികാരങ്ങളും അനുഭവപ്പെടുന്നു. ഈ വികാരങ്ങളെ അല്ലെങ്കിൽ ഇവ ചെലുത്തുന്ന സ്വാധീനം നമ്മൾ ബോധവാന്മാരാകുന്നുണ്ടോ എന്നതാണ് ഇവിടെ പറയുന്നത്. അഥവാ സ്വയം അവബോധമുള്ള ആളുകൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും കൂടുതൽ സർഗാത്മകരുമായിരിക്കുമെന്ന് ഈ സംഘടന, മനഃശാസ്ത്രജ്ഞർ, ഗവേഷകർ കണ്ടെത്തുന്നു. അഥവാ ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും കൂടുതൽ ഫലപ്രദമായ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു സ്വയം അവബോധത്തിലൂടെ. അഥവാ സ്വയം നിയന്ത്രണം, സ്വയം അവബോധം സ്വയം നിയന്ത്രണത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു. അതായത് ഈ ഇമോഷനുകളെയും പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. നമ്മുടെ ഇമോഷനുകളെ കുറിച്ച് നാം ബോധവാന്മാരായി കഴിഞ്ഞാൽ നമുക്ക് അവയെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു വിഷമകരമായ വികാരങ്ങളെയും പ്രേരണകളെയും നിയന്ത്രിക്കാനും കഴിയും. അഥവാ ശക്തമായ ആത്മനിയന്ത്രണമുള്ള ആളുകൾക്ക് പിരിമുറുക്കവും അല്ലെങ്കിൽ സമ്മർദ്ദകരവുമായ സാഹചര്യങ്ങളിൽ നിർത്തി ഒരു ദീർഘശ്വാസം എടുക്കാൻ കഴിയുകയും ഇത് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നതിനോ മുൻപ് ശാന്തത പാലിക്കാനും ചിന്തിക്കാനും അവരെ സഹായിക്കുന്നു. ഓരോ ആളുകളും പോസിറ്റീവ് വീക്ഷണകോണിലേക്ക് ചായ്വുള്ളവരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടുന്നവരുമാണ്. കാരണം മറുവശത്ത് അവർ പറയുന്നു തങ്ങളുടെ നെഗറ്റീവ് വികാരങ്ങളെയും പ്രേരണകളെയും നിയന്ത്രിക്കാൻ കഴിയാത്തവർ പലപ്പോഴും മറ്റുള്ളവരിൽ നെഗറ്റീവ് വികാരങ്ങളുടെ ഒരു ശൃംഖല ഇത് പ്രതികരണത്തിന് കാരണമാകുന്നുണ്ട്. ഈ സ്വയം അവബോധം അല്ലെങ്കിൽ സാമൂഹിക അവബോധം എന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവാണ്. അഥവാ സോഷ്യൽ അവെയർനെസ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാകുന്നു. അവരുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും എന്നതല്ല, മറിച്ച് അവർ യാഥാർത്ഥ്യത്തിൽ എങ്ങനെ തോന്നും എന്നതാണ് പ്രധാനം. ശക്തമായ സാമൂഹിക അവബോധമുള്ള ആളുകൾക്ക് ദയയോടെ ചായ്വുള്ളവരാണ്. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള പ്രതികരണം നൽകാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് ഇതിനർത്ഥമില്ല. അഥവാ വാസ്തവത്തിൽ അവർ ഈ കഠിനമായ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ മികച്ചവരാകാൻ സാധ്യതയുണ്ട്. കാരണം അവർ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവരെ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ.